ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ വിഷയത്തിൽ തുടർ പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാണിടണമെന്നാവശ്യപ്പെട്ട ഈ മാസം 31-ന് 6-ാം മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന സംഘടനകളുടെ സഹകരണത്തോടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കും. അടിമാലിയിൽ നടന്ന NH സംരക്ഷണ സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിക്കെതിരെ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഹർത്താലടക്കമുള്ളവ പ്രതിരോധ പരിപാടികൾക്ക് പിന്നാലെ തുടർ സമരപരിപാടികൾക്കും കളമൊരുക്കുകയാണ്. വനംവകുപ്പിനെതിരായാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതിഷേധം ഉയരുന്നത്. വിഷയത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളിലും ഇടപെടലുകളിലും തീരുമാനം കൈക്കൊള്ളുവാൻ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നു. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാൺ ഇടണമെന്നാവശ്യപ്പെട്ട ഈ മാസം 31-ന് 6-ാം മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന സംഘടനകളുടെ സഹകരണത്തോടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കാനാണ് യോഗം തീരുമാനിച്ചത്. വനമേഖലയിലൂടെ കടന്നുപോകുന്ന 14.5 കിലോമീറ്റർ ദൂരത്തിന് വനംവകുപ്പിന് അവകാശവാദമില്ലെന്നും റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്നും 6 മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതാണ്. പരിസ്ഥിതിവാദികളെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും കൂട്ടുപിടിച്ച് പാതയുടെ നിർമ്മാണത്തിന് തടയിട്ടുകൊണ്ടുള്ള കോടതി വിധിക്ക് പിന്നിൽ വനംവകുപ്പിന്റെ രഹസ്യ അജണ്ടയാണെന്നുള്ള വിമർശനവും യോഗത്തിൽ ഉയർന്നു. സർക്കാരിന് വനംവകുപ്പിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ കാരണമായിരിക്കുന്നതെന്നും ഇത്തരം സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ ലോബിയെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാണെന്നും യോഗം ആവശ്യപ്പെട്ടു. സമിതി ചെയർമാൻ PM ബേബി അധ്യക്ഷനായിരുന്നു. അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചുരവേലി, ഡയസ് പുലൻ, ഹാപ്പി കെ വർഗീസ്, MB സൈനുദ്ദീൻ, CS നാസർ, ജേക്കബ് പുലൻ, PV അഗസ്റ്റിൻ, VK ബിജു, ജോൺസൺ ഐസക്, KH അലി, രാജീവ് പ്ലാമൂട്ടിൽ, ലൈജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി.